നടി ആക്രമിക്കപ്പെട്ട കേസിലെ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിനെ പിന്തുണച്ചുകൊണ്ടുള്ള UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. അടൂർ പ്രകാശിനെ തള്ളി KPCC നേതൃത്വം രംഗത്ത് വന്നു. കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചിരിക്കുകയാണ്. സർക്കാർ അപ്പീൽ പോകണം എന്നാണ് നിലപാടെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും ഗൂഢാലോചനയ്ക്ക് തെളിവ് നൽകാൻ സാധിച്ചില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അടൂർ പ്രകാശിന്റെ പ്രസ്താവന വ്യക്തിപരമായ പ്രസ്താവനയാണ്. KPCC ആ പ്രസ്താവന അംഗീകരിക്കുന്നില്ല എന്നും കോൺഗ്രസ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കുകയാണ്. മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അതിജീവിതയെ പിന്തുണച്ച് രംഗത്തെത്തിയപ്പോൾ UDF കൺവീനറായ അടൂർ പ്രകാശ് ദിലീപിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. കേസിൽ ദിലീപിന് നീതി ലഭ്യമായി എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ദിലീപുമായി അടുത്ത ബന്ധമുണ്ട് എന്നും വ്യക്തിപരമായ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിജീവിതയ്ക്കൊപ്പം നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ച സർക്കാരിനെയും അടൂർ പ്രകാശ് പരിഹസിച്ചു. സർക്കാരിന് വേറെ ജോലിയില്ലാത്തത് കൊണ്ടാണ് അപ്പീലുമായി പോകുന്നത് എന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ആരെ ഉപദ്രവിക്കാമെന്ന് നോക്കി നിൽക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത് എന്നും എന്ത് കേസും കെട്ടിച്ചമച്ച് ഉണ്ടാക്കുന്ന സർക്കാരാണ് എന്നും അടൂർ പ്രകാശ് പറഞ്ഞു. എന്നാൽ കോൺഗ്രസ് വേട്ടക്കാരനൊപ്പമല്ല അതിജീവിതയ്ക്കൊപ്പമാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. വിധി പൂർണ്ണമായി വായിച്ച ശേഷം പ്രതികരിക്കാമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധി ആശ്വാസകരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അഭിപ്രായപ്പെട്ടു. അടൂർ പ്രകാശിന്റെ പ്രസ്താവനയെക്കുറിച്ച് അറിയില്ല എന്നും അദ്ദേഹവുമായി സംസാരിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുകയായിരുന്നു. കേസിൽ ഗൂഢാലോചന തെളിയിക്കാൻ സാധിക്കാത്തത് പ്രോസിക്യൂഷന്റെ പരാജയമാണ് എന്നുള്ള ആക്ഷേപം ശക്തമാണ്. ദിലീപിനെതിരെ ചുമത്തിയ ക്രിമിനൽ ഗൂഢാലോചനയും മാനഭംഗത്തിന് കൊട്ടേഷൻ നൽകലും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതിയും കണ്ടെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഇത് സർക്കാരിനെതിരെ ആയുധമാക്കാനുള്ള അവസരം ലഭിച്ചിട്ടും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ആശ്ചര്യപ്പെടുത്തുന്നതാണ്. തൃക്കാക്കര MLA ആയ PT തോമസിന്റെ ഇടപെടലാണ് കേസിൽ ഏറ്റവും നിർണായകമായത്. പ്രതികൾ ഒരു തരത്തിലും രക്ഷപ്പെടരുത് എന്ന് വാശി PT തോമസിന് ഉണ്ടായിരുന്നു. ഇത് വെളിവാകുന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ പത്നി ഉമാ തോമസ് MLA നടത്തിയത്. PTയുടെ ആത്മാവ് ഇന്ന് ഈ വിധിയിൽ തൃപ്തനാകുമോ? ഒരിക്കലുമില്ല. കോടതി നടപടികൾ തുടരുമ്പോൾ എത്രയോ തവണ ആ കുട്ടി പങ്കുവച്ച ആശങ്കകൾ ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഉപാധികളില്ലാതെ അവൾക്കൊപ്പം മാത്രം എന്നാണ് ഉമാ തോമസ് കുറിച്ചിട്ടുണ്ടായിരുന്നത്. അടൂർ പ്രകാശിന്റെ പ്രതികരണം വ്യക്തിപരമെന്ന് MM ഹസനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നണിയുടെ പേരിൽ അഭിപ്രായം വേണ്ട എന്ന് രാജ്മോഹൻ ഉണ്ണിത്താനും പറഞ്ഞു. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നുള്ള തോന്നലുണ്ടെങ്കിൽ അപ്പീൽ പോകണമെന്ന് മുരളീധരൻ അഭിപ്രായപ്പെട്ടു. നേരിട്ട് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടിയിട്ടുണ്ട്. എല്ലാ വിധിയിലും എല്ലാവർക്കും പൂർണ്ണ തൃപ്തി ഉണ്ടാകുകയില്ല. ഇത് വ്യക്തിപരമായ കേസാണ് എന്നും ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നും മുരളീധരൻ പറഞ്ഞിരിക്കുകയാണ്. എന്നും എപ്പോഴും അതിജീവിതയ്ക്ക് ഒപ്പം എന്നായിരുന്നു VM സുധീരന്റെ പ്രതികരണം. അടൂർ പ്രകാശിന്റെ നിലപാടിനെതിരെ ഇടതു നേതാക്കളും രംഗത്തെത്തി. അടൂർ പ്രകാശിന്റെ അഭിപ്രായം അവരുടെ പാർട്ടിയുടെ അഭിപ്രായമാണ് എന്ന് V ശിവൻകുട്ടി പറഞ്ഞിരിക്കുകയാണ്. സർക്കാർ ഈ കേസിൽ മേൽക്കോടതിയെ സമീപിക്കും. അതിജീവിതയ്ക്കൊപ്പമാണ് അന്നും ഇന്നും എന്നും. അടൂർ പ്രകാശിന്റെ അഭിപ്രായം ശരിയാണോ എന്ന് ജനം തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അടൂർ സ്വീകരിച്ച നിലപാട് സ്ത്രീവിരുദ്ധമാണ് എന്ന് മുതിർന്ന നേതാവ് PK ശ്രീമതി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ദിലീപിനെ പിന്തുണച്ച ആദ്യ പരാമർശം വിവാദമായതോടെ മലക്കമറിഞ്ഞ് അടൂർ പ്രകാശ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നീതി കിട്ടിയത് ദിലീപിനെ എന്നുള്ള നിലപാടിൽ നിന്ന് U-ടേൺ അടിച്ച് അതിജീവിതയ്ക്ക് ഒപ്പമെന്ന് തിരുത്തി പറഞ്ഞിരിക്കുകയാണ് അടൂർ പ്രകാശ്. തൻ്റെ വാക്കുകൾ അടർത്തിയെടുത്ത് പ്രചരിപ്പിച്ചുവെന്നും ന്യായീകരണമുണ്ട്. പറഞ്ഞത് മുഴുവൻ സംപ്രേഷണം ചെയ്യാതെ ചില ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിച്ചതിനാലാണ് എല്ലാവർക്കും തെറ്റിദ്ധാരണയുണ്ടായത്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നീതിന്യായ കോടതിയെ തള്ളിപ്പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചില്ല എന്നും നീതി ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പറഞ്ഞത്. കോൺഗ്രസും UDFും അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ് എന്നും അടൂർ പ്രകാശ് പറയുകയായിരുന്നു.